മന്ത്രി തോമസ് ഐസക്കിന് ഹസ്തദാനം ചെയ്ത നിയമവിദ്യാർത്ഥിനിയെ പൊതുവേദിയിൽ അപമാനിച്ച ഇസ്ലാമിക് പ്രഭാഷകനെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്തു. മലപ്പുറം കോട്ടക്കൽ സ്വദേശി നൌഷാദ് ഹസനിക്കെതിരെയാണ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ മാസം മർക്കസിലെത്തിയ മന്ത്രിയിൽ നിന്നും സമ്മാനം സ്വീകരിക്കുകയും ഹസ്തദാനം ചെയ്യുകയും ചെയ്തതിന്റെ വീഡിയോ പ്രദർശിപ്പിച്ചാണ് പൊതുവേദികളിൽ വിദ്യാർത്ഥിനിയെ ആക്ഷേപിച്ച് പ്രഭാഷണം നടത്തിയത്. ആഗസ്റ്റ് 18-നാണ് ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കാരന്തൂർ മർക്കസിലെത്തിയത്. വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച മന്ത്രി മികച്ച ചോദ്യങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികൾക്ക് പുസ്തകം സമ്മാനമായി നൽകിയിരുന്നു. സമ്മാനം ഏറ്റുവാങ്ങാൻ വേദിയിലെത്തിയ മർക്കസ് ലോ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനി മന്ത്രിക്ക് ഹസ്തദാനം നൽകിയതിനെ വിമർശിച്ചാണ് നൌഷാദ് അഹസനി പ്രഭാഷണം നടത്തിയത്. മന്ത്രിയെ മുസാഫാത്ത് ചെയ്തിട്ടാണ് ഓരോ പെൺകുട്ടിയും കടന്നു പോകുന്നത്. വലിയ വലിയ പെൺമക്കൾ വന്ന് മർക്കസിൽ നടന്ന ചടങ്ങിൽ ഈ അബ്ദുൽ ഹക്കീം അസരി അടക്കം വേദിയിലിരിക്കെ തോമസ് ഐസക്കിന് കൈകൊടുത്തപ്പോൾ അത് കള്ള ശരീഅത്താണോ അതോ ഒറിജിനൽ ശരീഅത്താണോ? മർക്കസിൽ നടന്ന പരിപാടിയിൽ ശരീഅത്ത് നിയമം തെറ്റിച്ചുവെന്നാരോപിച്ച് പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ വിദ്യാർത്ഥിനി മന്ത്രിക്ക് ഹസ്തദാനം ചെയ്യുന്ന വീഡിയോയും പ്രദർശിപ്പിക്കുകയായിരുന്നു. പ്രഭാഷണത്തിന്റെ വീഡിയോയും വിദ്യാർത്ഥിനിയുടെ ചിത്രവും സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. വിദ്യാർത്ഥിനെ അപമാനിക്കാൻ നൌഷാദ് അഹസനി അങ്ങാടികൾ തോറും വീഡിയോ പ്രദർശിപ്പിക്കുകയും മോശമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നതായി ലോ കോളേജ് യൂണിയൻ ചെയർമാൻ പി മുഹമ്മദ് ദിശാൽ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസമായി നൌഷാദ് അഹസനി എന്ന് പറയുന്ന ഒരു മതപ്രഭാഷകൻ അതിന്റെ ക്ലിപ്പിങ്ങുകൾ അങ്ങാടികൾ തോറും പ്രദർശിപ്പിച്ച് കുട്ടി അപമാനിക്കുന്ന ഒരവസ്ഥ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. എല്ലാ അങ്ങാടികളിലും ഇതാ മർക്കസിനകത്ത് ശരീഅത്ത് നിയമത്തെ പാലിച്ചില്ല, വ്യഭിചാരം നടക്കുന്നു എന്ന രീതിയിൽ ഈ പെൺകുട്ടി മന്ത്രിക്ക് ഹസ്തദാനം നൽകുന്ന ആ പെൺകുട്ടിയുടെ ചിത്രം പ്രദർശിക്കുമ്പോൾ അത് ഏത് തരത്തിൽ ആ പെൺകുട്ടിയെ ബാധിക്കുന്നു എന്ന് പോലും ഇത്തരം ആളുകൾ ചിന്തിക്കുന്നില്ല. സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റയ്ക്ക് വിദ്യാർത്ഥിനി നൽകിയ പരാതി ചേവായൂർ സിഐ കെ ബിജുവിന് കൈമാറുകയും സിഐ നൌഷാദ് അഹസനിയെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ കുന്നമംഗലം പോലീസിന് നിർദ്ദേശം നൽകിയത്. കേരള പോലീസ് ആക്ട് 119A പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി കുന്നമംഗലം SI ജേക്കബ് പറഞ്ഞു. വിവിധ മതസ്ഥരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മർക്കസ് ലോ കോളേജിൽ പോലോത്ത സ്ഥാപനങ്ങളിൽ ശരീഅത്ത് നിയമം പാലിക്കണമെന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. മർക്കസിന്റെ ലോ കോളേജിൽ 50% സീറ്റിൽ കടന്നു വരുന്ന കുട്ടികൾ സർക്കാർ മെറിറ്റിൽ കടന്നു വരുന്നതാണ്. ഈ പെൺകുട്ടി അടക്കം കടന്നു വന്നിട്ടുള്ളത് സർക്കാർ മെറിറ്റിൽ. അതുകൊണ്ട് മാനേജ്മെന്റ് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായ പെൺകുട്ടി കൈ കൊടുക്കുന്ന മന്ത്രിക്ക് അതിനെ വലിയൊരു വിവാദമായി ചിത്രീകരിച്ച് പെൺകുട്ടിയെ പൊതുസമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിക്കുന്ന ഈ പ്രവണതയ്ക്ക് ഒരു അവസാനം വേണമെന്ന രീതിയിൽ തന്നെയാണ് കേസുമായി മുന്നോട്ട് പോകുന്നത്. നിയമ പോരാട്ടവുമായി ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അദ്ദേഹത്തിന് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ യൂണിയന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനം. കാന്തപുരം വിഭാഗം സുന്നി പ്രഭാഷകനായിരുന്ന നൌഷാദ് അഹസനിയെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതോടെ നരിക്കുനി കുരുവട്ടൂർ ആസ്ഥാനമായി ഗാദി മുസുന്ന എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. കാന്തപുരം വിഭാഗത്തെ അവഹേളിക്കാനായി മന്ത്രിയുടെ പരിപാടിയുടെ വീഡിയോ പ്രദർശിപ്പിച്ച് പ്രഭാഷണം നടത്തിയതാണ് നൌഷാദ് അഹസനിക്ക് വിനയായത്. ടീം വിഷൻ ന്യൂസ് കുന്നമംഗലം.